ഹായ്. ഇന്ന് ചെമ്മീനായിരുന്നു കേട്ടോ രാത്രി കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ നല്ലോണം ചെമ്മീനൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പെരുംജീരകം പൊട്ടിച്ചതിന് ശേഷം വലിയ ഉള്ളി ഇട്ട് നല്ലോണം വഴറ്റി എടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ടെടുത്തു. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുത്തു. കുറച്ച് പച്ചമുളകും ഇട്ട് നല്ലോണം വഴറ്റി ഒന്നിങ്ങോട്ട് നല്ലോണം വഴണ്ട് വരുന്നിട്ട് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് വെളുത്തുള്ളി ഇട്ടില്ല. ഇഞ്ചി ചതച്ചതും ഇട്ട് നിറച്ച് കറിവേപ്പില ഇട്ട് നല്ലോണം വഴറ്റി പിന്നെ നമ്മൾ നല്ലോണം വഴണ്ട് വന്ന സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതുപോലെ നല്ലപോലെ വഴറ്റി പിന്നെ മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നല്ലോണം വഴറ്റി നമ്മളിതാ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇടാൻ പോവുകയാണ്. ഞാൻ ചെമ്മീനും അതിലേക്ക് ഇട്ട് നല്ലോണം വഴറ്റി കുറച്ച് വെള്ളം പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം ഇളക്കി കൊടുത്ത് ഉപ്പ് ഇട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അടച്ച് വെച്ച് വേവിക്കുക. അപ്പോഴേക്കും കറി ആവുന്ന സമയത്തേക്ക് മക്കൾ ചെമ്മീൻ കണ്ടപ്പം ചെമ്മീൻ വറുത്ത് കൊടുക്കണം. അപ്പോൾ അതിൽ നിന്നും വലുത് നോക്കിയെടുത്ത് നമ്മളത് വറുക്കാൻ വേണ്ടി കുറച്ച് മുളകും കുറച്ച് ഗരം മസാലയും ഉപ്പും ഒക്കെ ഇട്ട് നല്ലോണം കുഴച്ച് വെച്ചു. അപ്പോഴത്തേക്ക് ഇവിടെ കറി ഒരുവിധം പാകമായിട്ട് അതിൽ കുറച്ച് തക്കാളി പിന്നെ ഇതാ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചു. അപ്പോൾ അത് റെഡിയായി. അപ്പോഴേക്കും ഇതാ നമ്മൾ ചെമ്മീൻ വറക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനായിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടെടുത്ത് ഇതാ പിന്നെ ചെമ്മീൻ ഇതാ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ വിതറി കൊടുക്കുക. അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഇതാ അവസാനം ഈ ഒരു പരുവായിട്ടോ. ഓക്കെ, ബൈ ബൈ.